ടോമിൻ ജെ തച്ചങ്കരി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പിട്ട് ഇന്നോവ കാർ വരുന്നു. കാറിൽ കുറേ നക്ഷത്രങ്ങളുണ്ട്. മാധ്യമങ്ങളെല്ലാം വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. ഇതാ ഇദ്ദേഹം കാറിൽ നക്ഷത്രങ്ങൾ വെച്ച് നടക്കുന്നു. എന്താണ് ഇവിടെ നടക്കുന്നത്? ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ വലിയ വാർത്തകൾ ഉണ്ടാകുന്നു. ഇതാ പോലീസ് ആക്ഷൻ എടുക്കാൻ പോകുന്നു. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ആക്ഷൻ എടുക്കാൻ പോകുന്നു. ആക്ഷൻ എല്ലാം എടുത്തു. എന്തായിരുന്നു ആക്ഷൻ്റെ അർത്ഥം? 250 രൂപ ഫൈൻ. 250 രൂപ ഫൈനാണ് ആക്ഷൻ. മുൻ DGPക്ക് അടുക്കളയിലുമാകാം എന്നാണ് ഇപ്പോഴത്തെ ഒരു സംഭവം. എന്താണെങ്കിലും ഔദ്യോഗിക ചിഹ്നം പ്രദർശിപ്പിച്ചു. നീല ബോർഡിൽ സിൽവർ സ്റ്റാറുകൾ, അതൊരു DGPയുടെ IPS മുതൽ മുകളിലേക്കുള്ള DGP റാങ്കിനനുസരിച്ച് സ്റ്റാറുകളുടെ എണ്ണം കൂടും. പക്ഷെ സ്റ്റാർ പ്രദർശിപ്പിക്കുക. എന്തായാലും ടോമിൻ ജെ തച്ചങ്കരി റിട്ടയർഡാണ്. അദ്ദേഹം ഈ ശ്രീലേഖ IPSൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്. റിട്ടയർഡ് DGP ആണ്. അദ്ദേഹത്തിന് യാതൊരുവിധ അധികാരങ്ങളും ഇപ്പോഴില്ല. കാക്കി പോയ പോലീസുകാരനാണ്. അതായത് പല്ലുകൊഴിഞ്ഞ സിംഹത്തെ പോലെയാണ് അദ്ദേഹം. അപ്പം എന്താണെങ്കിലും പണ്ട് നമ്മുടെ മലയാളത്തിലെ ഒരു പ്രിയപ്പെട്ട നടനെക്കുറിച്ച് മറ്റൊരു താരവും മന്ത്രിയുമായ വ്യക്തി പറഞ്ഞ പോലെ, ഒരു സിനിമ ഇറങ്ങിയതിന് ശേഷം അദ്ദേഹത്തിൽ നിന്ന് പോലീസ് വിട്ടുപോയിട്ടില്ല. കാറിൻ്റെ ഡിക്കിയിൽ ആ സിനിമയിൽ ഉപയോഗിച്ച തൊപ്പിയും കൊണ്ടായിരുന്നു അദ്ദേഹം നടന്നിരുന്നത് എന്ന് പറഞ്ഞതുപോലെ അദ്ദേഹത്തിൽ നിന്നും ആ പഴയ പോലീസ് വിട്ടുപോയിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്റ്റാർസ് വെച്ചു. എനിക്കതല്ല, എൻ്റെ സംശയം അതൊന്നുമല്ല. ഒരു 250 രൂപ ഫൈൻ കൊടുക്കുന്ന രീതിയിലേക്ക് പോയപ്പോഴാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ വണ്ടിക്കകത്ത് നമ്മൾ അത്തരത്തിൽ ബോർഡുകൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 250 രൂപ ഫൈനാണോ വരാൻ പോകുന്നത്? എൻ്റെ പൊന്ന് രാഹുലെ, ഞാൻ പറയാൻ വന്ന വിഷയവും അതുതന്നെയായിരുന്നു. ഒരു ഹെൽമെറ്റ് വയ്ക്കാതെ നമ്മൾ വണ്ടിയിൽ പോയി കഴിഞ്ഞാൽ, ഇരുചക്രത്തിൽ നമ്മൾ ഹെൽമെറ്റ് വയ്ക്കാതെ പോയാൽ നമുക്ക് കിട്ടുന്ന പെറ്റി 500 രൂപയാണ്. 250 ഇരട്ടിയാണത്. സീറ്റ് ബെൽറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ 1000 രൂപയാണ്. നമ്മുടെ വണ്ടിയിൽ അനാവശ്യമായ പ്രദർശനങ്ങൾ, അതായത് ഇപ്പം നമ്മുടെ വണ്ടിയിൽ മോഡിഫിക്കേഷനൊക്കെ ചെയ്ത് 25,000 മുകളിലാണ്. നമ്മുടെ വണ്ടിയിൽ ചില അനാവശ്യമായ പ്രദർശനങ്ങൾ, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഗ്രിൽ ലൈറ്റ്. ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഗ്രില്ലിലിരിക്കുന്ന ഒരു ഗ്രിൽ ലൈറ്റ് ഉണ്ട്. അത് ചെറിയ പല വർണ്ണങ്ങളിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന ഗ്രിൽ ലൈറ്റ്. അത് ഭയങ്കര പ്രകാശമൊന്നും ഉള്ളതൊന്നുമല്ല. അത് ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാരുടെ കണ്ണ് മഞ്ചിപ്പിക്കുന്നു, അങ്ങനെയൊന്നും ഉള്ളതല്ല. അത് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ 25,000 10,000 ഒക്കെയാണ് പെറ്റി വരുന്നത്. പക്ഷേ ടോമിൻ ജെ തച്ചങ്കരിക്ക് നിയമം ലംഘിക്കാം. ഒരു സ്റ്റിക്കർ വെച്ച് കഴിഞ്ഞാൽ തന്നെ 10,000 20,000 രൂപ ഇത് വാങ്ങിക്കുന്ന മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഔദ്യോഗികമായിട്ടൊരു വാഹനം കിട്ടുകയാണെങ്കിൽ അദ്ദേഹം ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സമയത്തായിരുന്നു. ഇപ്പോൾ അദ്ദേഹം റിട്ടയർഡ് ആയി ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഞാൻ ഇപ്പോഴും DGP ആണ് എന്ന് പറഞ്ഞ് നടക്കുകയാണെങ്കിൽ അത് ഈ സിസ്റ്റത്തെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. തീർച്ചയായിട്ടും സിസ്റ്റത്തെ വെല്ലുവിളിക്കുന്നതാണ്. പിന്നെ ഒരു കാര്യം കൂടി പറയാം, ഇത് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വാഹനമല്ല, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ വാഹനമാണ്. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഇന്നോവയാണ്, അല്ലാതെ ഔദ്യോഗിക വാഹനമല്ല. ഔദ്യോഗിക വാഹനവും ഇന്നോവ ആയിരുന്നിരിക്കാം, പക്ഷേ ഇത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ വെഹിക്കിളാണ്, അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വാഹനമല്ല എന്നുള്ളത് ശ്രദ്ധിക്കണം. പിന്നെ മുൻ DGPക്ക് ഔദ്യോഗിക ചിഹ്നങ്ങൾ പ്രദർശിപ്പിക്കുവാനുള്ള യാതൊരുവിധ അധികാരങ്ങളുമില്ല. അദ്ദേഹം റിട്ടയർമെൻ്റ് എടുത്ത് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ചിഹ്നങ്ങളെല്ലാം തിരിച്ചേൽപ്പിച്ചിട്ടാണ് അദ്ദേഹം ഇറങ്ങേണ്ടത്. മനസ്സിലായോ? പിന്നീട് അദ്ദേഹത്തിന് പോലീസിൽ യാതൊരുവിധ റോളുകളും ഇല്ല. അദ്ദേഹത്തിന് ആ ഒരു IPS റാങ്ക് ഉള്ളത് കൊണ്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും IPS കോളേജുകളിൽ വേണമെങ്കിൽ അദ്ദേഹത്തിന്, അല്ലെങ്കിൽ ഈ പറയുന്ന എൻട്രൻസ് കോളേജുകൾ, IPS എൻട്രൻസ് കോളേജുകളിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു പ്രൊഫസറായി വർക്ക് ചെയ്യാം. അങ്ങനെ പല ബ്രില്യൻറ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന റിട്ടയർഡ് പോലീസുകാരെയൊക്കെ എനിക്കറിയാം. സിവിൽ സർവീസ് എക്സാമിന് വേണ്ടി കുട്ടികൾക്ക് ട്രെയിനിങ് എടുക്കേണ്ടി വരുന്നത്, അതും പ്രൈവറ്റിൽ വർക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതല്ലാതെ ഔദ്യോഗിക ചിഹ്നങ്ങൾ പുറത്ത് പ്രദർശിപ്പിക്കുവാനായിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥർക്കും അവരുടെ, അല്ലെങ്കിൽ ആർമി ഉദ്യോഗസ്ഥർക്കാണെങ്കിൽ പോലും അവരുടെ റിട്ടയർമെൻറ്റിന് ശേഷം ഔദ്യോഗിക ചിഹ്നങ്ങൾ പുറത്ത് പ്രദർശിപ്പിക്കാൻ പാടില്ല. പിന്നെ ഈ പറയുന്ന ആർമി ഉദ്യോഗസ്ഥർക്ക് എനിക്ക് തോന്നുന്നു അവർക്ക് കിട്ടിയ ബാഡ്ജുകൾ പ്രദർശിപ്പിക്കാൻ പറ്റും എന്നതാണ് എനിക്ക് തോന്നുന്നത്. അതിന് എനിക്ക് ഉറപ്പില്ല. അങ്ങനെ ഒരു നിയമം ആർമിക്ക് ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ നമ്മുടെ കേരള പോലീസിന് മാത്രമല്ല, ഇന്ത്യൻ പോലീസ് സർവീസ്, അങ്ങനെ തന്നെ പറയണല്ലോ, നമ്മുടെ ഭാരതത്തിലെ പോലീസിന് റിട്ടയർമെൻറ്റിന് ശേഷം അവർ ഔദ്യോഗിക ചിഹ്നങ്ങൾ പുറത്ത് പ്രദർശിപ്പിക്കാൻ പറ്റില്ല. പിന്നെ പോലീസിന് കുറച്ച് മാന്യത മര്യാദകളൊക്കെ ഉണ്ട്. നിയമം പാലിക്കണം എന്ന് പൊതുജനങ്ങളോട് പറയുക മാത്രമല്ല പോലീസിൻ്റെ ചുമതല, സ്വയമായും അത്തരം കാര്യങ്ങൾ അവർ പാലിക്കേണ്ടതായിട്ടുണ്ട്. അതായത് സീറ്റ് ബെൽറ്റ് നമ്മളെ ഇടിച്ചാൽ മാത്രം പോരാ, പോലീസുകാർ ഇടണം. പുക നമ്മുടെ വണ്ടിക്കുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മാത്രം പോരാ, പോലീസ് വാഹനങ്ങൾക്കും അതുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. പിന്നെ സർക്കാർ വാഹനങ്ങളുടെ ഫിറ്റ്നസ് നോക്കിയതിന് ശേഷമാവണം സാധാരണക്കാരുടെ വാഹനങ്ങളുടെ ഫിറ്റ്നസ് നോക്കുവാൻ എന്നുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ നമുക്കറിയാം, ഒരു ജില്ലാ പഞ്ചായത്ത് അംഗത്തിൻ്റെ വാഹനത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം എന്ന് പ്രദർശിപ്പിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ചുമല ബോർഡിലാണ് അത് പ്രദർശിപ്പിക്കാറുള്ളത്. പക്ഷേ അവരുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്കായി ആ വാഹനം ഉപയോഗിക്കുമ്പോൾ രാഹുൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു കറുത്ത
കവർ ഉപയോഗിച്ച് ഇത് മറയ്ക്കും. ഉം. മനസ്സിലായി? അത് മറച്ച് അത് ടോമിൻ ജെ തച്ചങ്കരിക്ക് അതെങ്കിലും ചെയ്യാമായിരുന്നു. ഓക്കെ, അയാളുടെ വാഹനത്തിൽ അയാൾ ആ വാഹനം പേഴ്സണൽ യൂസേജ് മാത്രമല്ല അയാളുടെ ഓഫീസ് യൂസേജിന് ഉപയോഗിച്ചിരുന്ന വണ്ടി ആയിരുന്നിരിക്കാം ഒരു പക്ഷേ ഞാൻ അന്വേഷിച്ചിടത്തോളം അല്ലെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് പിന്നാലെ പോയിടത്തോളം അറിയാൻ സാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ വെഹിക്കിളാണ്. എന്താണെങ്കിലും അത് ചിലപ്പോൾ ഒരു പക്ഷേ അഴിച്ചു മാറ്റാൻ പറ്റാത്ത പോലെ വെൽഡ് ചെയ്ത് വെച്ചതായിരിക്കാം. അങ്ങനെയൊന്നുമല്ല എങ്കിലും ഞാൻ അദ്ദേഹത്തെ ഒന്ന് ന്യായീകരിച്ച് പറയുകയാണ്. അതിൻ്റെ പേരിൽ എന്നെ ആരും കയറി ആക്രമിക്കാതിരിക്കേണ്ട. ഞാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അത് ഒരു ഫിറ്റഡ് ആയിരുന്നിരിക്കാം. പക്ഷെ എങ്കിലും അദ്ദേഹം പാലിക്കേണ്ട ഒരു മര്യാദയുണ്ടല്ലോ, അതൊരു കറുത്ത കവറിട്ടൊന്ന് പിറ്റേ ദിവസം വെച്ചായിരുന്നു. അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാനിപ്പോൾ ഒരുത്തനെ കൊന്നു കഴിഞ്ഞിട്ട് ഞാൻ പറയുവാണ് പോലീസ് പിടിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എൻ്റെ തെറ്റ് മനസ്സിലായി എന്ന് വെച്ചിട്ട് ഞാൻ ആദ്യം ചെയ്ത തെറ്റല്ലാതാകുന്നില്ലല്ലോ. അതെ, അപ്പോൾ എന്താണെങ്കിലും പോലീസുകാർക്ക് അവർക്ക് ഔദ്യോഗികമായിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റ് വരുത്തി കഴിഞ്ഞാൽ മുൻ പോലീസുകാരൊക്കെ ആണെങ്കിൽ പോലീസുകാർ കണ്ടു ക്ഷമിച്ചോളും, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും കണ്ടു ക്ഷമിച്ചോളും എന്ന് പറയുന്നത് നല്ലൊരു കേരളത്തിന് ഉദാഹരണം. പക്ഷേ രാഹുലെ വർഗസ്നേഹം വേണം. അത് എല്ലാവർക്കും. ഇപ്പം നമുക്ക് നമ്മുടെ ചാനലുകാരോട് അല്ലെങ്കിൽ മീഡിയ പേഴ്സൺസിനോട് നമുക്കൊരു സ്നേഹമുണ്ട്, ഒരു പ്രത്യേക സ്നേഹമുണ്ട്. നമ്മൾ പോലീസുകാർ വർഗസ്നേഹം മാത്രമല്ല, ഇവിടുത്തെ കൂളിംഗ് കവർ ഒട്ടിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെയും അല്ലെങ്കിൽ ബാക്കിയുള്ള വാഹനങ്ങളുടെ എല്ലാ കാര്യവും ഇവിടെ പറയുന്നുണ്ടല്ലോ. ഇവിടുത്തെ എല്ലാവരും, അതായത് ഉയർന്ന തലത്തിലിരിക്കുന്ന എല്ലാവരും ഇതെല്ലാം ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവർക്ക് എത്ര രൂപ പിഴ കൊടുക്കുന്നുണ്ട്? ഈ മുഖ്യമന്ത്രിയുടെ വാഹനത്തിലെ കൂളിങ്ങിന്റെ ഡെപ്ത് ഒന്ന് അറിയണമെന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 70% വിസിബിൾ ആയിരിക്കണമെന്നാണ് പറയുന്നത്. കൂളിംഗ് ഗ്ലാസ് 70% വിസിബിൾ ആയിരിക്കണം. 30% ഇൻവിസിബിൾ ആയാലും സീനില്ല. പക്ഷേ 70% വിസിബിൾ ആയിരിക്കണം. എനിക്ക് അറിയേണ്ട ഒരു കാര്യം, ഞാൻ പത്തനാപുരത്ത് ഇലക്ഷൻ്റെ ആവശ്യത്തിനായിട്ട് വോക്സ് പോപ്പിൻ്റെ കാര്യങ്ങളുമായി പോയപ്പോൾ എനിക്ക് ഒരു ചെറിയൊരു സംശയം തോന്നിയത്, ഗണേഷ് കുമാറിന് ഒരു ഥാറുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരു വൈറ്റ് ഥാർ. ആ വൈറ്റ് ഥാർ ഫുള്ളി മോഡിഫൈഡ് ആണ്. അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ബമ്പർ ടു ബമ്പർ ഫുൾ മോഡിഫൈഡ് ആണ്. വാഹനത്തിൻ്റെ ബോഡി കളറുമായി ബമ്പർ ചെയ്തിരിക്കുന്നു. നമ്മളൊരു സാധാരണക്കാരൻ്റെ വാഹനം ബോഡി കളർ മാറ്റി ബമ്പറിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ബുക്കിൽ പതിപ്പിക്കാനായിട്ട് ഭയങ്കര പ്രൊസീജിയറുകളാണ്, അറിയാമല്ലോ. ഉണ്ട്. അതിൻ്റെ സൈഡിൽ സ്റ്റിക്കറുകളുണ്ട്. ആ വാഹനത്തിൻ്റെ കൂളിംഗ് ഗ്ലാസ്, സൈഡ് കൂളിംഗ് ഗ്ലാസും ഫ്രണ്ട് ഗ്ലാസ്സിലും അതിൻ്റെ കൂളിംഗ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും അകത്തിരുന്ന് ഓടിക്കുന്ന ആളെ ഫ്രണ്ടിൽ നിന്ന് വിസിബിൾ അല്ല. നഗ്നനേത്രങ്ങൾ കൊണ്ട് ഗതാഗത മന്ത്രിയാണല്ലോ. ഗതാഗത മന്ത്രി അന്ന് ഓടിച്ചിരുന്ന ബൈക്ക് അത് ഇവിടുത്തെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തിയ വണ്ടിയാണ്. അപ്പൊ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തിയ വണ്ടിയും കൊണ്ട് അദ്ദേഹത്തിന്റെ ലൈസൻസ് തന്നെ വ്യാജമാണ്. പിന്നെയാണ് അതല്ല, നയിക്കുന്നവന്റെ ലൈസൻസ് തന്നെ വ്യാജമാണ്. അപ്പോഴാണ് ഈ പറയുന്ന സാധാരണക്കാരന്റെ വണ്ടിയിൽ കാക്കതൂറി ഉണ്ടായ. അല്ല, ഗണേഷ് കുമാറിന് വ്യാജ ലൈസൻസ് കൊണ്ടു നടക്കാമെങ്കിൽ ടോമിൻ ജെ തച്ചങ്കരിക്ക് 250 രൂപ ഫൈൻ കൊടുക്കുന്നുണ്ട്. ഒരു തെറ്റുമില്ല, ഒരു തെറ്റും കുറ്റവും ഇല്ല രാഹുലെ. പക്ഷെ ഒറ്റ കാര്യം പറയാനുണ്ട്, സാധാരണക്കാരന്റെ വണ്ടി കാക്ക കാഷ്ടിച്ചിട്ടത് മോഡിഫിക്കേഷൻ ആണെന്ന് പറഞ്ഞ് പെറ്റി അടിക്കാൻ ദയവ് ചെയ്ത് വരരുത്.